വെൽക്കം ടു കാമലാരി ഗോസിപ്പ് ഗോസിപ്പ്. ഞാൻ സബാൻ, ഞാൻ സൂര്യ. യെസ്, ഇന്ന് ഞങ്ങൾ ഒരുപാട് ഗോസിപ്പായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഞാൻ എന്താണ് ഈ തണുത്ത് എങ്ങനെ ഈ സമയത്ത് എല്ലാവർക്കും ചായ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായത് അല്ലേ? ചായന്റെ കൂടെ എന്തേലും അതിനാണല്ലോ ഗോസിപ്പ്. ചായ കടിയായിട്ടാണ് ഗോസിപ്പ്. എന്തായാലും നമുക്ക് എന്താണ് ഒരു അരമണിക്കൂർ അങ്ങോട്ട് പൊളിക്കാം, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞു. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മോനെ സബാനെ, ഒരു കാര്യം ഞാൻ പറയട്ടെ. പറഞ്ഞു, നീ ഒന്നല്ല ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എന്താ? അല്ല, ഹണി സിംഗിന്റെ കൂടെ ഞാൻ അഭിനയിച്ച എങ്ങനെയായിരിക്കും? നല്ല വൃത്തിയായിട്ടായിരിക്കും. എന്താ ഹണി സിംഗിന്റെ കൂടെ എനിക്ക് അഭിനയിക്കാൻ പറ്റില്ലേ? ഞാൻ മുഖം നോക്കാതെ പറയുന്ന ആളാണ്. എന്തും പറയും. നീ എന്നെ മുഖം നോക്കിയിട്ട് അതന്നെ പറഞ്ഞു കൊള്ളൂലെന്ന്. എന്തോ ആക്ച്വലി എന്താ ഉദ്ദേശിച്ചത്? ഹണി സിംഗിന്റെ പുതിയ ആൽബത്തിൽ ആരാ ഹീറോയിൻ അറിയോ? സോനാക്ഷി. നീ അറിഞ്ഞില്ലേ? എല്ലാം കണ്ടുപിടിക്കും, കുറ്റങ്ങൾ പറയാൻ ബഹു കേമന. എന്തായാലും എന്താണെന്നറിയോ, എല്ലാരും സാധാരണ എന്താണെന്നറിയോ, ഇന്റർനാഷണൽ മോഡൽസിനെ വെച്ചിട്ടാണ് ഹണി സിംഗ്. അത് മാത്രമല്ല, സോനാക്ഷിനെ നമ്മുടെയൊക്കെ നടിമാര് ആൽബങ്ങളിലൊക്കെ അഭിനയിച്ചിട്ട് സിനിമയിലോട്ട് അഭിനയിച്ച് നിന്ന് സോനാക്ഷി ഇത് ആൽബത്തിൽ. പക്ഷെ ഹണി സിംഗിന്റെ ആൽബം ഒരു സാധാരണ ആൽബം അല്ല, നല്ല സൂപ്പർ സോങ് ആയിരിക്കും, സൂപ്പർ സീൻ ആയിരിക്കും, നല്ല ഗ്ലാമറസ് ആയിരിക്കും. എന്നാലും സോനാക്ഷിയുടെ പുതിയ ലുക്ക് ഹണി സിംഗ് ട്വിറ്റർ വഴി പുറത്തു വിട്ടു. നമ്മുടെ അമേരിക്കയിൽ കാലിഫോർണിയയിൽ വെച്ചിട്ടാണ് ഷൂട്ടൊക്കെ നടക്കുന്നത്. വളരെ ഗംഭീരമായ ആൽബമാണ്. കാരണം ഒന്ന് വിചാരിക്കണം, ഹണി സിംഗിന്റെ എല്ലാ ആൽബംസും ഹിറ്റ് ആയിരുന്നല്ലോ. ബ്ലൂ ഐസ് ഒക്കെ എന്തോരം ഇന്ത്യക്കാരിയായ ഒരു മോഡലിനെ വെച്ച് ചെയ്യുന്ന ഇന്റർനാഷണൽ മോഡൽസിനെ വെച്ച് ചെയ്തോണ്ടിരുന്നത്. അപ്പം നമുക്ക് വളരെ നന്നായിട്ട് പ്രതീക്ഷ ചെയ്യാം ഇങ്ങനെ ഒരു ആൽബത്തെ പറ്റി. കാരണം പുള്ളിന്റെ ലുങ്കി ഡാൻസ് നമ്മുടെ ലാലേട്ടൻ, ഷാറുഖ് ഖാൻ ചെയ്യാത്ത ആരുമില്ല. അപ്പൊ ഇനി ലുങ്കിക്ക് വരും ടൗസർ ഡാൻസ് ആയിരിക്കും. യോ ടൗസർ ഡാൻസ്. എന്തായാലും നമുക്ക് ഇതിനുവേണ്ടി പ്രതീക്ഷിക്കാം അല്ലെ? അപ്പൊ നമുക്ക് ഒരു പാട്ടാണ് കണ്ടല്ലോ, ഒരു അടിപൊളി വേണമെങ്കിൽ നമുക്ക് ഹണി സിംഗിന്റെ പാട്ട് പെട്ടെന്ന് കണ്ടിട്ട് നമ്മുടെ ഈ സിനിമാക്കാരില്ലേ, ഈ വില്ലന്മാരെയൊക്കെ പുറത്തുനിന്നുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് നമ്മുടെ ഇവിടുത്തെ വില്ലനൊക്കെ എന്നാ ചെയ്യും? നമ്മുടെ വിജയരാഘവൻ, സായികുമാർ, അങ്ങനെയുള്ള ഇപ്പൊ തമിഴിലായാൽ തന്നെ ആൾക്കാർക്ക് എന്ത് ചെയ്യും? അതാ എന്റെ ഒരു വിഷമം. നമ്മുടെ രാജ്യത്തില്, നമ്മുടെ ഈ കൊച്ചു ഇന്ത്യയിലെ താരങ്ങളെ ബഹുമാനമില്ലാത്ത സൂര്യയെ പോലത്തെ ആൾക്കാരെയാണ് തല്ലി നമ്മുടെ വിക്രത്തിന്റെ പുതിയ മൂവി. അത് കഴിഞ്ഞിട്ട് വിജയ് മിൽട്ടന്റെ പുതിയ മൂവി. അപ്പം 10 എൻട്രത് കൊണ്ട് അതാണ് പടത്തിന്റെ പേര്. ആരെ വില്ലൻ എന്നറിയും? ജാക്കി ഷറഫ്. ഞാൻ ജാക്കി ഷറഫിന്റെ വലിയൊരു ഫാനാ. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണ്ടോ, എപ്പോ നോക്കിയാലും ആരെ പേര് പറഞ്ഞാലും ആള് ഫാനാ. വെറുതെ ഒരു കാര്യമില്ല. നിങ്ങൾ കണ്ടില്ല ആരണ്യ കണ്ടം? ആ മൂവിയില് ജാക്കി ഷറഫ് ആയിരുന്നു വില്ലൻ. ആ മൂവിയിലും ഇയാളായിരുന്നു വില്ലൻ. അതൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. തമിഴുകാരെ അംഗീകരിക്കാൻ തയ്യാറാണ്. പിന്നെ നിനക്കെന്താ പ്രശ്നം? ആണല്ലേ? പക്ഷെ എനിക്ക് വിഷമം വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ ഒരു ചാൻസ് ആണ് തട്ടിയെടുക്കുന്നത് പുറത്തുനിന്ന്. അവിടെ ഇംഗ്ലീഷ് വേർഡൊന്നും കിട്ടാത്തതുകൊണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു ഇത് സെബാന്റെ ഒരു ഫ്രസ്ട്രേഷൻ പറയുന്നതാണ്. എന്നെ കണ്ടിട്ട് നിനക്ക് വില്ലനാന്ന് തോന്നിയോ? കുറച്ച് സത്യം, ബുദ്ധിയുള്ള കുട്ടിയാണ്. എപ്പ എന്തായാലും കാര്യം ഇതാണ്, പുള്ളി വില്ലനായിട്ടുള്ള മൂന്നാമത്തെ പടമാണ്. അപ്പൊ എന്തായാലും മൂവിയിലെ ഹീറോയിൻ സമന്തയാണ് നായിക. മാത്രമല്ല വിക്രം അറിയാലോ, നമ്മുടെ മലയാളി കൂടിയായ വിക്രം. അതെ, നമുക്ക് ഒരുപാട് അഭിമാനിക്കാൻ കാര്യത്തിൽ. പുള്ളിന് 2 പടങ്ങളാണ് ഇപ്പൊ ഇത് ഷൂട്ട് നടക്കുന്നു. മറ്റത് റിലീസാവാൻ വേണ്ടി പോവാണ്. അപ്പം നമുക്ക് അടിച്ചു പൊളിച്ച് പ്രതീക്ഷിച്ച് നിൽക്കാം ഒരു അടിപൊളി സംഭവത്തിന് വേണ്ടിട്ട്, ഒരു വില്ലൻ ഫൈറ്റിന് വേണ്ടിട്ട് അല്ലേ? അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നിന്റെ ഫ്ലാറ്റിൽ എന്തോ പ്രേതമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതൊക്കെ പോയോ? ഉണ്ടായിരുന്നല്ലേ? ഒരു ദിവസം ചുമ്മാ വന്ന് പ്രേതം എന്റെ അടുത്ത് വന്ന് എന്നെ പേടിപ്പിക്കാണ്ട് നോക്കിയപ്പോ ഹായ് എന്തുകൊണ്ട് ചോദിച്ചു. അതോടെ പ്രേതത്തിന് എന്റെ മുഖം കണ്ട അവിടെ പ്രേതം പേടിച്ചു. അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഈ പ്രേതത്തിന് ഒരു സംഭവം ഉണ്ടായി, അറിഞ്ഞായിരുന്നോ? ഏതാണ്? പുതിയ മൂവി പിസേന്റെ നമ്മുടെ പാർവതി ഓമനക്കുട്ടനെ പ്രേതം പിടിച്ചു. എന്തായാലും സംഭവം ഇതാണ്, പാർവതി ഓമനക്കുട്ടൻ ഷൂട്ടിങ്ങിന്റെ ചുമ്മാ ഇരിക്കുകയായിരുന്നു. പാർവതി ഓമനക്കുട്ടനും ഡയറക്ടറും കൊച്ചുവർത്താനൊക്കെ പറയായിരുന്നു. ഇങ്ങനെ വിളിച്ചു.
സത്യത്തിൽ ഇത് ആരാ വിളിച്ചെന്ന് ദൈവത്തിന് മാത്രമേ അതെ അതെ വിളിച്ചു. അപ്പൊ പാർവതി എണീറ്റ് ചെന്നു നോക്കിയപ്പോ അവിടെ വലിയൊരു വിളക്ക്. അങ്ങനെയല്ലടാ, പാർവതി അമ്മനക്കുട്ടൻ ഈ വിളിച്ച സൗണ്ട് എവിടുന്ന കേട്ടെന്ന് അറിയാൻ വേണ്ടി. കാരണം ഇത്ര മധുരമായ ശബ്ദം. ഇങ്ങനെയൊക്കെ വിളിച്ചത് ഒരു മൂവി ഇറങ്ങിയില്ലേ, ഒരു പ്രേതത്തിന്റെ, നമ്മുടെ കോൺജറിങ് കോപ്പി, അതുപോലെ തന്നെ അപ്പൊ ഇതിനകത്ത് പാർവതി പതുക്കെ ഈ പ്രേതത്തെ അന്വേഷിച്ച് പ്രേതത്തിന്റെ പുറകെ പോയി. ശബ്ദം കേട്ട ഭാഗത്തേക്ക് അയ്യോ എനിക്ക് പെട്ടെന്ന് നോക്കിപ്പോണ്ടത് ഒരു പാർവതി ഇരുന്ന ആ ചെയറിലേക്ക് ഒരു വലിയ വിളക്ക് അങ്ങ് വീണു. പാർവതി അന്നേരം പൊന്നെ എന്നെ പ്രേതം രക്ഷിച്ചു എന്നാണ് പറഞ്ഞത്. അതാണ് പ്രേതം വിളിച്ചോണ്ടാണല്ലോ പാർവതി പോയത്. കാരണം വിളിച്ച ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. പാർവതിക്ക് ഇതൊക്കെ കുറച്ചുകൂടെ വിശ്വാസം കൂടി. പ്രേതത്തില് ദൈവത്തെ വിശ്വസിക്കാൻ കേട്ടോ, പ്രേതത്തെ വിശ്വസിക്കാൻ. എന്തായാലും സംഭവം ഡയറക്ടറും അണിയറ പ്രവർത്തകരും അന്വേഷിച്ച് നടക്കാണ് ഈ പ്രേതത്തെ. കണ്ടു കിട്ടുവാണെങ്കിൽ പ്ലീസ് ഞങ്ങളെയും കൂടെ അറിയിക്കണം. ഇവിടെ കാണിച്ച് പേടിപ്പിക്കാൻ. എന്തായാലും പ്രേതകഥ നമുക്കൊരു പാട്ട് കേട്ടല്ലോ. പിന്നെ പോയാൽ അല്ലത്തിന്റെ മനുഷ്യന് പേടി രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. പ്രേതത്തിന് പാട്ട് കാണാത്ത കുഴപ്പമുള്ളൂ. എന്തായാലും നമുക്കൊരു പാട്ട് കേട്ടിട്ട് വരാം, പേടി അങ്ങ് മാറും.